എന്നിട്ട് പറയും അവിടെ ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് സാധനമൊക്കെ എടുത്ത് കാണിക്കും. അവള് ചേർന്നിട്ട് അവൾക്കൊന്നും കിട്ടിയില്ലോ, ഇവള് മറ്റേ കമ്പനി ചേർന്നിട്ട് അവള് കുറെ നാൾ നടന്നതാണ്, അവൾക്കൊന്നും കിട്ടിയില്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാ എന്നാ പോയാ 20,000 പോട്ടെ, ഇനി മേലെ ഇല്ല, അന്നമ്മച്ചേർത്തി പറഞ്ഞ നന്നായി, ഇനി ഞാൻ ഒരു വീട്ടിലും പോകില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകും അല്ലേ. ഇവിടെ നമ്മളോട് പറഞ്ഞ ഇങ്ങനെയുള്ള സംശയമുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ 2 or 3 പ്രാവശ്യം പോയി സംസാരിക്കുകയും നമ്മൾ ഈ ഉൽപ്പന്നം മേടിച്ച് ഉപയോഗിക്കുകയും അത് അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർ അന്ന് തന്നെ ജോയിൻ ചെയ്യുന്നുള്ളതല്ല പറയുന്നത്, ഭാവിയിലേക്ക് എന്ത് ചെയ്യും, അവർ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ബിസിനസ്സിലേക്ക് വരും. കാരണം ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ ബോബി സാർ എടുത്തു തന്നെ 2002 എനിക്ക് തോന്നുന്നത്. എന്റെ പ്രായം കണ്ടെന്ന്, എന്റെ മുഖം എന്നെ നേരിട്ട് കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര പ്രായം ഉണ്ടെന്ന്. 2002 ഞാൻ ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്റെ പ്രായം ഊഹിക്കേണ്ട, വളരെ ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ ഇരുന്നു. അപ്പൊ ബോബി സാറാണ് ക്ലാസ് എടുക്കുന്നത്, 200 പേരുണ്ട്, AC റൂമാണ്, ഉച്ചയ്ക്ക് ബിരിയാണി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ കേട്ടു. എന്തായാലും വൈകുന്നേരം വരെ ഇരിക്കണ്ടേ, കാരണം ഈ ഒരു ഐഡി വെച്ചിട്ട് കളക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ അവിടെ പോയിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോ ബോബി സാർ വന്നു. ബോബി സാർ വന്നിട്ട് പറഞ്ഞു, ഇത് 1946 46 രൂപയാണ് സ്വർണത്തിന്റെ വില എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കയറ്റി. അങ്ങനെ ഇപ്പൊ നമ്മൾ 2002 നമ്മുടെ ഇപ്പൊ സ്വർണത്തിന്റെ വില 4,500 ആണ്. പക്ഷെ ഇനി പറയുന്ന സർവേ പ്രകാരം 2025 ആകുമ്പോൾ സ്വർണത്തിന് വില 25,000 രൂപ വരുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പുള്ളി സ്ലൈഡൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. ഇപ്പൊ ബിജു സാറ് നമ്മുടെ സ്ലൈഡ് കാണിച്ചിട്ടില്ലേ പറഞ്ഞ പ്ലാൻ പറഞ്ഞ പോലെ. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ശരാശരി മലയാളിന്റെ ഒരു മനസ്സായതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് വന്നത്, ഈ പുള്ളി നമ്മളെ കൊണ്ട് പിരിവെടുപ്പിക്കാൻ വേണ്ടിയിട്ട് വമ്പ തള്ളാണ് തള്ളുന്നത്. കാരണം 2002 2025 സ്വർണത്തിന്റെ വില നിശ്ചയിക്കാൻ പുള്ളിക്ക് എവിടുന്നാണ് ഇത്ര ഇൻഫർമേഷൻ കിട്ടുന്നത്? പുള്ളി ആര്, ദൈവമാണോ എന്നൊക്കെ എന്റെ കൂടെ ഇരിക്കുന്നവൻ ചോദിക്കുന്നുണ്ട്, എന്റെ അടുത്തിരിക്കുന്നവനൊക്കെ. പുള്ളിക്ക് നമുക്ക് പിരിവെടുത്ത് 10% കിട്ടുകയാണെങ്കിൽ അതല്ല നല്ലത് അല്ലേ. അങ്ങനെ ഞാനൊരു 3 വർഷം വർക്ക് ചെയ്തു. 3 വർഷം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അന്നമ്മച്ചേർത്തിയൊക്കെ എന്റെ അടുത്ത് വന്ന് ഉപദേശിക്കാൻ തുടങ്ങി. എന്നെ ഉപദേശിച്ചപ്പോ കേട്ടില്ല. എന്റെ അമ്മേന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ചെറുക്കം പോകുന്ന പോക്ക് ശരിയല്ല, ഇങ്ങനെ പൈസ കൊണ്ട് ഇങ്ങനെ പ്രൈവറ്റ് കമ്പനി കൊണ്ടിട്ട് ആ കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ അവരങ്ങനെ പലതും പറയും, 25,000 രൂപ സ്വർണ്ണത്തിന് ഒരിക്കലും വില വരികയല്ല. എന്റെ ചേർത്തി നമ്മൾ ജീവിതം ഇത്രയും കാലമായിട്ട് ഇത്രേ വില വന്നിട്ടുള്ളൂ, ഇനിയാണോ ഇനി 25,000 രൂപ പോകുന്നത്? എന്റെ ചേർത്തി എന്ത് ആ മോനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ സ്ഥിരം തുടങ്ങി, എന്റെ മോനെ നീ ഇങ്ങനത്തെ പണിക്കൊന്നും പോകരുത്, ഈ നാട്ടുകാരെ പൈസ മുഴുവൻ മേടിച്ച് ചെമ്മണ്ണൂർ കൊണ്ട് കൊടുത്തു അതാങ്ങാൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞെ നീയും ഞാനും ഒക്കെ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും, ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത്, നമുക്ക് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാം അല്ലെ. അമ്മച്ചിമാർ അങ്ങനെയല്ല സംസാരിക്കുക. ഒരു പ്രാവശ്യം കേട്ടപ്പോൾ മൈൻഡ് ചെയ്തില്ല, 2 പ്രാവശ്യമായി 3 പ്രാവശ്യമായി. എനിക്ക് പൈസ അത്യാവശ്യമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും കളക്ഷൻ എടുത്തു. 10% ഉണ്ട്, അതായത് 100 രൂപ പിരിച്ചു കൊടുത്തു. അപ്പൊ 10 രൂപ തരും. 1000 ആണ് 100 കിട്ടും, 10,000 ആണ് 1000 കിട്ടും. അന്ന് 1000 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിലയുണ്ട്. ഒരു പവന് 4,500 വിലയുള്ളൂ അല്ലേ. അപ്പൊ ഒരുപാട് പേര് എന്നെ അറിയുന്നവരൊക്കെ കളക്ഷൻ ഇട്ടു. ഡെന്നീസിന് വെച്ചാണ് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സ്വർണ്ണം കിട്ടൂലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സംഭവിച്ചതെന്നതാ, ഈ അമ്മമാരിങ്ങനെ എപ്പോഴും പറയുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചമ്മുക്കുള്ളിൽ ഒരു പേടി തുടങ്ങി. അപ്പോഴാണ് ഏതോ അനിമാരി ചിട്ടി പൊട്ടി എന്ന് പറഞ്ഞു കുറെ നാട്ടുകാരൊക്കെ ആ ചിട്ടിക്കാരന്റെ വീടിന് മുമ്പ് നിൽക്കുന്ന കണ്ടു. അപ്പത്തേക്ക് അമ്മ പറഞ്ഞു, നീ ഇന്ന് നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വേറെ എങ്ങോട്ടെങ്കിലും പോകും, എനിക്ക് ആകില്ല, നീ ഇറങ്ങി എവിടെയെങ്കിലും പോയിക്കോ, നീ എവിടെയെന്ന് വെച്ചാൽ പോയിട്ട് വാടകയ്ക്ക് നിന്നിട്ട് അയൽ മേടിൽ ജോലി ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ ഇനിയിപ്പോ വയസ്സാം കാലത്ത് അമ്മേനെ വിഷമിപ്പിക്കേണ്ട, ആ പരിപാടി അങ്ങ് നിർത്തിയേക്കാന്ന്. അന്നമ്മ ചേട്ടത്തിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ആ മോന് കേട്ടല്ലോ, എന്റെ മേരിയമ്മ മോന് നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് ചായയൊക്കെ മേടിച്ച് കുടിച്ചു പോയി. കാരണം ചേട്ടത്തി എല്ലാ വീട്ടിലും പോയിട്ട് ഇങ്ങനെ പറയുന്ന ആളാ. ഞാൻ ആദ്യത്തെ 3 വർഷം ഒന്നും കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നം തോന്നിയില്ല, വലിയ കാര്യമായിട്ടൊന്നും സ്വർണ്ണത്തിന് വില കൂടിയില്ല. ഇയാൾ ഈ തള്ളു പറയുന്ന ഓർത്തിട്ടില്ല നമ്മളിരിക്കുക. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ 2025 എത്തി. ഞാൻ 3 വർഷം കഴിഞ്ഞ പരിപാടിയൊക്കെ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അല്ല, ദീപിക കയറി. ദീപികയിൽ ഇങ്ങനെ കുറെ കിടന്നുണ്ടാക്കി. ഇപ്പൊ അവിടെയും നന്നായിട്ട് ബുദ്ധിമുട്ടാന്ന് തോന്നി. ഇപ്പൊ എന്ത് രാഷ്ട്രീയത്തിലേക്ക് കയറി. രാഷ്ട്രീയത്തിൽ കയറുമ്പോൾ കുറെ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യാലോ, രസമാണല്ലോ, നമ്മുടെ പ്രായം അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ കുറെ കൂട്ടുകാരൊക്കെ കൂടി അങ്ങനെ നടന്നു. ഇപ്പൊ നമ്മൾ 2025 നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അന്ന് ബോബി ചെമ്മണ്ണൂർ, എന്റെ ചെവി കൊണ്ട് കേട്ട ആരെയും പറഞ്ഞത്, ഞാൻ എവിടെയും വായിച്ചു കേട്ടതോ അല്ലെങ്കിൽ ആരെയും പറയുന്ന കഥയൊന്നുമല്ല പറയാ. ഇപ്പൊ 2025 നമ്മൾ ജീവിച്ചിരിക്കുമ്പോ സ്വർണത്തിന് ഇന്നത്തെ വില എത്രയാ? 1,31,000. എന്റെ സാറേ ഒന്ന് ഓർമ്മിപ്പിക്കരുത്. കയ്യിലുണ്ടായിരുന്നൊക്കെ എടുത്ത് വിറ്റു, എന്നിട്ടാണ് വീട് പണിതത്. അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നലെ ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ പറയാ, എന്റെ സാറേ ആ 10 പവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്രയാണ് വില? 1,21,000 രൂപ ഒരു പവന്റെ വില. 12 ലക്ഷം രൂപയാ ഞാൻ കൊടുത്തത്. എത്ര? 2 ലക്ഷം രൂപയ്ക്കാ. എന്റെ കർത്താവേ എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ന് ഒരു പവൻ മേടിച്ചിട്ട് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവോ? പക്ഷെ അതുകൊണ്ട് പൈസക്കാരനായ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ചെയർമാനാണ്. ആരാ? ഡോക്ടർ ബോബി ചെമ്മണ്ണൂര്. നാട്ടുകാരുടെ കയ്യിലിരുന്ന 100 രൂപയും 500 രൂപയും 1000 രൂപയും ഞങ്ങളെ പോലെ പൈസ ഇല്ലാത്തവരെ കൊണ്ട് പിരിവെടുപ്പിച്ച് അവർക്ക് എന്ത് ചെയ്തു, സ്വർണത്തിന്റെ കുറി ചേർത്ത് പണിക്കൂലി ഇല്ലാതെ അവരോട് സ്വർണം മേടിച്ചോളാൻ പറഞ്ഞിട്ട് ആ പൈസ വെച്ചിട്ട് എന്ത് ചെയ്തു,
ഗോൾഡ് മേടിച്ച് ജ്വല്ലറി വെച്ച് പുതിയ പുതിയ ജ്വല്ലറി തുടങ്ങി. ഇപ്പൊ 64 ജ്വല്ലറിയിലൂടെ സ്വർണം മേടിച്ച് വെച്ച് ആ സ്വർണത്തിന് 4000-നും 6000-നും 10,000-നും 15,000-നും 25,000-നും മേടിച്ച സ്വർണത്തിന് ഇപ്പൊ എത്ര വില? 1,25,000 രൂപയാണ് സാറേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞത് കള്ളത്തരമാണോ? അന്ന് 25,000 രൂപയ്ക്ക് മേടിച്ച സ്വർണം ഇന്ന് വിറ്റാൽ 1 ലക്ഷം രൂപ ലാഭമാണ്. കേരളത്തിൽ എത്രയോ സ്ത്രീകൾ അല്ലെങ്കിൽ എത്രയോ ചേട്ടനും ചേച്ചിമാരും ഇപ്പം എന്ത് ചെയ്തു? ഞാനുള്ള സമയത്ത് മുതൽ സ്വർണ്ണക്കുറിയിൽ ആളെ ചേർക്കുന്നുണ്ട്. ഒരാൾക്ക് പോലും പൈസ കൊടുത്തില്ല എന്ന് എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടോ? ചെമ്മണ്ണൂർ ഗ്രൂപ്പിന് ഉണ്ടോ? ആ സെയിം ബോബി ചെമ്മണ്ണൂരാണ് മക്കളെ ഫിജി കാർഡിന്റെ ഓണർ. നമുക്ക് പൈസയല്ലേ ആവശ്യം. അതേപോലത്തെ ഒരു മുതലാളി നമ്മളെ പാർട്ട്ണർഷിപ്പിൽ കൂട്ടുന്നതാണോ അദ്ദേഹം ചെയ്യുന്ന തെറ്റ്? നമ്മളെ ഇവിടെ നിയന്ത്രിക്കുന്ന ആരാന്നറിയോ? തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു പണിയും ചെയ്യാത്ത ചേർത്തിമാരുണ്ടാവും. ഒരു പണിയില്ല, അവരെ അടുത്ത വീട്ടിൽ പോയി ചായ കുടിക്കുക, അവിടുത്തെ കുറെ കുറ്റം കേട്ട് ഇപ്പുറം വന്ന് പറഞ്ഞു തരും. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ വീട്ടിലേക്ക് 3 മാസത്തെ സാധനം മേടിക്കുമ്പോൾ ചെമ്മണ്ണൂർ ഗ്രൂപ്പിനൊപ്പം ബിസിനസ് ചെയ്യാനുള്ള പാർട്ട്ണർഷിപ്പ് തരാന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ വായിച്ച പുസ്തകത്തിൽ നിന്ന് എവിടുന്നോ കേട്ടതാണ്, ഒരു മനുഷ്യന് 3 അവസരമാണ് ദൈവം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് ആദ്യത്തെയാണോ അവസാനത്തെയാണോ രണ്ടാമത്തെയാണോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റിയല്ല. ഏതാണ് നിങ്ങളുടെ അവസരം? എനിക്കൊരു അവസരം തന്നതാണ് ചെമ്മണ്ണൂർ ഒപ്പനൊപ്പം എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാൻ വേണ്ടി. എന്റെ കൂടെ ആ കമ്പനിയിൽ പിടിച്ചു നിന്ന ആള് ഇപ്പൊ 3 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ എസ്ഒമാരെ നിയന്ത്രിക്കുന്ന മാനേജറായി. അപ്പൊ ഈ എസ്ഒമാര് കളക്ഷൻ എടുക്കുന്നതിന്റെ ഒരു കമ്മീഷൻ കൂടെ അദ്ദേഹത്തിന് കിട്ടും. വളരെ കുറഞ്ഞ കമ്മീഷനേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ടീമിൽ 500-600 എസ്ഒമാരുണ്ട്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ 3 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്നുണ്ട്. അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു? ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ കമ്പനിയിലേക്ക് വന്നിട്ട് വലിയ വരുമാനം ഉണ്ടാക്കിയവരുമുണ്ട്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇന്നലെ നമ്മുടെ ഇവിടെ സ്റ്റോറിൽ ഇരിക്കുന്ന സ്റ്റാഫ്, അദ്ദേഹത്തിന്റെ മോന് സുഖയില്ലായിരുന്നു. പെട്ടെന്നൊരു പനി ഇതൊക്കെ വന്നിട്ട് ചെറിയ അസുഖം. എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ ആ കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ 5,000 രൂപയാണ് എന്ത് ചെയ്ത് കൊടുക്കേണ്ട വന്നതെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, കുട്ടിക്ക് അസുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 5,000 രൂപ. നമ്മളൊക്കെ അസുഖം വന്നാൽ എവിടെയാ പോവുക? ആശുപത്രി തന്നെയല്ലേ പോവുക. അവിടെ ചെന്നാൽ അവർ നമ്മൾ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യും. ഇവിടെ പൈസ അവർ മേടിക്കൂലേ, പൈസ കൊടുക്കണം അവർക്ക്, എന്നാലേ നമ്മുടെ രോഗം എന്താണെന്ന് അറിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് അസുഖം പിടിക്കും, നമ്മൾ വലിയ അസുഖത്തിന്റെ ഇതായി മാറും. അപ്പൊ നമുക്ക് പൈസ ഉണ്ടാക്കണ്ടേ? നമ്മളൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിനകത്തിരിക്കുന്നവരൊക്കെ ഒരു ഉച്ചയായവരാണ് അല്ലെ? ഉച്ച കഴിഞ്ഞു എന്നൊക്കെ തോന്നുന്നത്. എനിക്ക് ഉച്ചയായി. നല്ല പ്രായത്തിലൊന്നും ഈ ഐഡി പറഞ്ഞു തരാൻ ഒരു മനുഷ്യൻ ഉണ്ടായില്ല. ഉള്ള പണി കളയിപ്പിക്കാൻ വേണ്ടി കുറച്ച് അന്നമ്മച്ചേടത്തിമാരൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ വീടിന്റെ ചൊട്ടടുത്തൊക്കെ. അവരെ അത്ര സമാധാനം ചെയ്തു. ആ ചേട്ടത്തി ഇപ്പോഴും വീട്ടിൽ വരുന്നുണ്ട്, ചായയും കുടിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഞാൻ പിന്നെ അവരോട് പറയാനൊന്നും പോയില്ല. ചേട്ടത്തിയായിരുന്നു എന്റെ പണി പോകുന്നത്, നമുക്കൊരു വിഷമമുള്ളതുകൊണ്ടൊന്നും പറയാൻ പോയില്ല. ഈ അന്നമ്മച്ചേടത്തിമാര് നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്തോ, പിറ്റേ ദിവസം നിങ്ങളുടെ കൂടെ വരും ആള്. എന്നിട്ട് പറയാം, എന്റെ പൊന്ന് ചേട്ടത്തി, നിങ്ങൾ ഈ പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഈ ചേട്ടൻ ഗൾഫിലൊക്കെ നിന്ന് പണിയെടുത്ത് പൈസ തരുന്നില്ല, എന്തിനാ ഈ മറ്റുള്ളവരോട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മളെ ഉപദേശിക്കാൻ കുറെ ആളുകൾ ദയവ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വരും. എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ അത്തരം വാക്കുകൾ കേൾക്കരുത് അല്ലേ. നമുക്ക് നമ്മളൊരു വിശ്വാസം വേണം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചില ആൾക്ക് ഒരു ഇതുണ്ട്.